മാർച്ച് 13 ലോക വൃക്ക ദിനം. നിങ്ങളുടെ കിഡ്നി ഓക്കെയാണോ? നേരത്തെ കണ്ടെത്തി സംരക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കിഡ്നിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആസ്റ്റർ മിംസിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നിവേദ് ഹരിദാസ് സംസാരിക്കുന്നു. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി വേൾഡ് കിഡ്നി ഡേ ആയി ആഘോഷിക്കപ്പെടുകയാണ്. ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉള്ള സന്ദേശം എന്തെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ നമുക്ക് കിഡ്നി രോഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാനും അഥവാ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു മെസ്സേജാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. എന്തുകൊണ്ടാണ് കിഡ്നി ആരോഗ്യം ഇത്ര പ്രധാനം? പലപ്പോഴും പല രോഗികളും അവസാന ഘട്ടത്തിലാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പലപ്പോഴും കിഡ്നി അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ ഷുഗർ അഥവാ പ്രമേഹം, ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വൃക്കസ്തംഭനം കാരണമാണ് പല പേഷ്യൻസും നമുക്ക് മുന്നിൽ വരുന്നത്. കിഡ്നി ട്രബിളിനുള്ള ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസ് വേറെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, അമിതമായ രക്തസമ്മർദ്ദമുള്ള പേഷ്യൻസ്, പലതരത്തിലുള്ള വാതരോഗങ്ങൾ കാരണം കിഡ്നി ബാധിക്കുന്ന പേഷ്യൻസ്, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണം, ചില വേദന സംഹാരികൾ, പച്ചമരുന്നുകൾ എന്നിവയുടെ അമിതമായ ഉപയോഗം കാരണം വൃക്ക തകരാറും അവസാനം അതൊരു വൃക്കസ്തംഭനം എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്ന പേഷ്യൻസും എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പേഷ്യൻസ് നമുക്ക് മുന്നിൽ എത്തുന്നത്. നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെ? ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കിഡ്നിയുടെ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തുക. കിഡ്നിയുടെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതമായ ചില ടെസ്റ്റുകൾ മാത്രമാണ്. ആദ്യമായി നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം നോർമൽ ആണോ എന്ന് നോക്കുക. BP ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോളിലാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് നോക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് നമ്മൾ പറയാറുള്ളത് ബ്ലഡിലുള്ള ക്രിയാറ്റിനിന്റെ ടെസ്റ്റാണ്. ക്രിയാറ്റിനിന്റെ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കിഡ്നി അതിന്റെ ജോലിയായ വേസ്റ്റ് പുറന്തള്ളുന്ന ജോലി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യൂറിനിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടോ എന്ന് അറിയാനുള്ള യൂറിൻ ടെസ്റ്റാണ് നമ്മൾ നാലാമത്തേതായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. എസ്പെഷ്യലി അമിതമായ ഉപ്പ് കലർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വ്യായാമം. നമ്മുടെ രോഗാരോഗ്യ സംഘടന പറയുന്ന പോലെ തന്നെ ഒരാഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ലൊരു എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അമിതവണ്ണം. നമ്മളൊരു നല്ല ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുന്നതോടെ നമ്മുടെ വണ്ണത്തെ നമുക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റും. നമ്മളൊരു നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ കിഡ്നി ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ കിഡ്നി ഓക്കെ ആണോ? ഇന്ന് തന്നെ ചെക്കപ്പ് നടത്തുക, അതിനെ സംരക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ